നമസ്കാരം. പ്രമുഖ സംവിധായകനും CPM സഹയാത്രികനും മുൻ MLA യുമായ PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഈയിടെ വന്ന ലൈംഗിക അതിക്രമ പരാതിയിലെ അതിജീവത തന്നെ ഒടുവിലിപ്പോൾ പരസ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സാധാരണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിജീവിതമാരുടെ പേര് മറ്റു വിവരങ്ങളൊക്കെ തന്നെ മാധ്യമങ്ങളിൽ തന്നെ പ്രസിദ്ധീകരിക്കാറില്ല. എന്നാൽ ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ ഇത് സംബന്ധിച്ച് പരാതിക്കാരിയായ ഡോക്ടർ ആശ ജോസഫ് തന്നെയാണ് നേരിട്ട് ഇത് സംബന്ധിച്ചൊരു ലേഖനം എഴുതിയിരിക്കുന്നത്. ആശ ജോസഫിൻ്റെ ഈ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പിണറായി സർക്കാർ എപ്പോഴും പ്രഖ്യാപനം നടത്തുമെങ്കിലും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണ് പ്രതികളുടെ സ്ഥാനത്ത് വരുന്നത് എങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം നടക്കുകയില്ല എന്ന് തന്നെയാണ്. നമുക്കിത് വളരെ കൃത്യമായി അറിയാവുന്നതാണ്. CPM പല പ്രമുഖരായ നേതാക്കളുടെയും പേരിൽ നേരത്തെ ഇത്തരത്തിൽ ആരോപണം വന്നപ്പോഴൊക്കെ തന്നെ അതെല്ലാം മൂടി വയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിലുള്ള ആരോപണം വന്നപ്പോൾ പരാതി നൽകുന്നതിന് മുമ്പ് തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം തുടങ്ങിയ സർക്കാരാണ് കേരളം ഇപ്പോൾ ഭരിക്കുന്നത്. ഏതാണ് ഡോക്ടർ ആശ ജോസഫ് പറയുന്നത്, തിരുവനന്തപുരത്ത് ഫിലിം ഫെസ്റ്റിവലിനോടനുബന്ധിച്ചുള്ള സിനിമകളുടെ സെലക്ഷൻ ജൂറി അംഗമായിരുന്നു അവർ. അതിൻ്റെ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു PT കുഞ്ഞുമുഹമ്മദ്. ഇവരെല്ലാവരും തന്നെ തലസ്ഥാനത്തെ ഒരു വലിയ ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് തന്നോട് ഇയാൾ മോശമായി പെരുമാറാൻ ശ്രമിച്ചത് എന്നാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു, തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. എങ്കിലും മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് വരെ FIR കേസിൽ ഇട്ടിട്ടില്ലായിരുന്നു എന്നുള്ള സത്യമാണ് അവർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നേരിട്ട് പരാതിക്കാർ തന്നെയാണ് ഇപ്പോൾ മാധ്യമത്തിലൂടെ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയും വലിയ തോതിലുള്ള വിവാദമായി മാറുകയും ചെയ്ത ഘട്ടത്തിലാണ് ഒടുവിൽ PT കുഞ്ഞുമുഹമ്മദിൻ്റെ പേരിൽ FIR ഇടാൻ ഈ കണ്ടോൺമെൻറ്റ് പോലീസ് തയ്യാറായത്. കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ടടുത്തുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാണാവുന്ന തരത്തിൽ ഉള്ള ഒരു പോലീസ് സ്റ്റേഷനാണ് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രമുഖനായ ഇടത് സഹയാത്രികനും മുൻ MLA യുമായ ഒരു വ്യക്തിയുടെ പേരിൽ പരാതി നൽകിയിട്ട് FIR ഇടാൻ പോലും മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതുവരെ അവർ കാത്തിരുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ പിന്നീട് PT കുഞ്ഞുമുഹമ്മദ് ആകട്ടെ തൻ്റെ പെരുമാറ്റത്തിൽ ഒരുപക്ഷെ അവർക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് ആണ് ഈ കേസ് കൊടുത്തത് എന്നും തനിക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നും ഇല്ലായിരുന്നു എന്നും താൻ വളരെ സ്നേഹത്തോടുകൂടിയാണ് പെരുമാറിയെന്നുള്ള രീതിയിലാണ് PT കുഞ്ഞുമുഹമ്മദ് വിശദീകരിച്ചത്. വേണമെങ്കിൽ അവരുടെ അടുത്ത് മാപ്പ് പറയാൻ തയ്യാറാണ് എന്ന് വരെ പറഞ്ഞു. കാരണം ഇത്തരം കേസുകളിൽ അങ്ങനെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം PT കുഞ്ഞുമുഹമ്മദിന് ഒരുപക്ഷെ 2 തവണ MLA ആയിരുന്ന ആൾക്ക് പോലും അറിയില്ല എന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല തന്നെ കേസിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, നിശബ്ദയാക്കാൻ നിരവധി പേർ ശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യവും ഡോക്ടർ ആശ വെളിപ്പെടുത്തുന്നുണ്ട്. അവരാരൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാൻ കഴിയുന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ ഇടതുപക്ഷ വിഭാഗങ്ങളിലുള്ള വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെ ആയിരിക്കാം അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്. തന്നെ അവരെ നിശബ്ദയാക്കാൻ തന്നെയാണ് എല്ലാവരും ശ്രമിച്ചത്. അങ്ങനെ നിശബ്ദയാക്കാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് ഈ ലേഖനത്തിലൂടെ ഡോക്ടർ ആശ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. തനിക്കെതിരെ അതിക്രമം നടത്തിയ ഈ വ്യക്തിക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, ഉറച്ച ചുവടുകളോട് ഇത് മുന്നോട്ട് പോകാൻ തന്നെയാണ് താൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിണറായി സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് വെറും പൊള്ളയായ ഒരു കാര്യമാണെന്ന് ഈ പരാതിയിലൂടെ തന്നെ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. ഡോക്ടർ ആശ അധ്യാപികയാണ്, സംവിധായികയാണ്. അവർ സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ വളരെ ശക്തമായ സാന്നിധ്യമായി മാറിയ ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാളിനോട് പോലും ഇത്തരത്തിൽ ഈ PT കുഞ്ഞുമുഹമ്മദിനെ പോലുള്ള ആളുകൾ ഇത്രയും മോശമായിട്ടാണ് പെരുമാറുന്നതെങ്കിൽ ഇവരുടെ അടുത്ത് സഹായ അഭ്യർത്ഥനയുമായി ചെല്ലുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നാണ് സ്വാഭാവികമായും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത്. അവർ പരാതി നൽകിയാലും ഒരുപക്ഷെ നടപടിയെടുക്കുകയില്ല. കാരണം കുറ്റം ചെയ്തിരിക്കുന്നത് തങ്ങൾക്ക് വേണ്ടപ്പെട്ടതാണ്, തങ്ങളുടെ പഴയ MLA ആണ്, തങ്ങളുടെ സാംസ്കാരിക വിഭാഗത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനാണ്, പാർട്ടി ചാനൽ തുടങ്ങിയപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ചിരുന്ന ആളാണ്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തികഞ്ഞ ഇടത് സഹയാത്രികനായ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനായ PT കുഞ്ഞുമുഹമ്മദിനെ രക്ഷിക്കാൻ തന്നെയാണ് കേരളത്തിലെ സാംസ്കാരിക നായകന്മാരും ഈ ഇടതുപക്ഷ നേതൃത്വത്തിലെ പ്രമുഖരായ വ്യക്തികളും ഒരുപക്ഷെ വനിതാ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത് എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മിണ്ടാതിരിക്കുക എന്നത് സിനിമയിൽ നടക്കുന്ന രണ്ടാമത്തെ അതിക്രമമാണെന്ന് ഡോക്ടർ ആശ വിശ്വസിക്കുന്നു. സിനിമയിലെ സ്ത്രീ കൂട്ടായ്മകൾ ശബ്ദമുയർത്തി വർഷങ്ങൾ പിന്നിട്ടിട്ടും തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ ഇന്നും അരക്ഷിതരാണെന്ന സത്യം ഈ സംഭവം തെളിയിക്കുന്നു. തൻ്റെ തുറന്നു പറച്ചിൽ മറ്റൊരു സ്ത്രീക്ക് ഭയമില്ലാതെ തന്നെ സംസാരിക്കാൻ കരുത്താകുമെന്നാണ് ഡോക്ടർ ആശയുടെ പ്രതീക്ഷ. പിണറായിയുടെ സ്ത്രീ സുരക്ഷയാണ് ആശ ഇവിടെ ഈ ചോദ്യ ശരത്തിൽ നിർത്തുന്നത്. ഇത് വളരെ വിചിത്രമായൊരു സംഭവമാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകളൊന്നും തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നേരിട്ടാൽ പരാതി കൊടുക്കുന്നത് തന്നെ ചുരുക്കമാണ്. ആണെങ്കിൽ പോലും അവരവരുടെ പേരോ മറ്റു വിവരങ്ങളോ തന്നെ ഒരിക്കലും പുറത്ത് വെളിപ്പെടുത്താൻ തയ്യാറാവുകയില്ല. അവരുടെ അനുമതി കൂടാതെ അവരുടെ പേരോ ചിത്രമോ ഒക്കെ പ്രസിദ്ധീകരിക്കുന്നത് പോലും കുറ്റകരമാണ്. പക്ഷേ ഇവിടെ അതിക്രമത്തിന് ഇരയായ സ്ത്രീ തന്നെ നേരിട്ട് രംഗത്തെത്തി അവർ ഇക്കാര്യം പറഞ്ഞു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർ പറയുന്നൊരു കാര്യം കൂടെയുണ്ട്, ഈ ഇവിടുത്തെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണെന്ന് ചിന്തിക്കേണ്ടി വരുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പിണറായി സർക്കാർ ഇത്തരത്തിലുള്ള പീഡകന്മാരെ എല്ലാവരും തന്നെ രക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഡോക്ടർ ആശയുടെ ഈ ഒരു കേസ്. എല്ലാ കാര്യത്തിനും തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പ്രസ്താവന നടത്തുന്ന, അതും സെലക്റ്റീവായി മാത്രം പ്രസ്താവന നടത്തുന്ന
വലിയൊരു വിഭാഗം സാംസ്കാരിക നായകന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതിലൊരാളാണ് ഈ പി ടി കുഞ്ഞുമുഹമ്മദ്. ഈ പി ടി മുഹമ്മദ് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇടതുപക്ഷ വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രസ്ഥാനം നടത്തുന്ന അല്ലെങ്കിൽ ആ പ്രസ്ഥാനം ഒപ്പിടുന്നവരുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ്. അങ്ങനത്തെ ഒരാളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ അതിക്രമം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു യാഥാർത്ഥ്യത്തെയാണ് പൊളിച്ചു കാട്ടുന്നത്. ഈ നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകന്മാരായ പലരിൽ നിന്ന് ഇത്തരത്തിലുള്ള മോശമായ അനുഭവം ഉണ്ടായതായി പലപ്പോഴും സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ചിലർക്കെങ്കിലും ഇവർക്ക് വലിയ സ്വാധീനമുള്ളവരാണെന്നോ ഇവർക്കെതിരെ പരാതി നൽകാൻ പോയാൽ അവർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാകുകയില്ല എന്നും ഇടതുപക്ഷത്തിൻ്റെ സോഷ്യൽ മീഡിയ വിഭാഗത്തിലൂടെ തങ്ങൾക്ക് നേരെ അതിക്രൂരമായ തോതിലുള്ള ആക്രമണം നടക്കുമെന്നും അറിയാവുന്ന സ്ത്രീകൾ പലപ്പോഴും ഇത് മറച്ചു വയ്ക്കുന്നതാണ് പതിവ്. ഏതായാലും ഡോക്ടർ ആശ ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുക്കുകയും തൻ്റെ അനുഭവം, തൻ്റെ ഭീകരമായ അനുഭവം ഒരു പ്രമുഖ മാധ്യമത്തിലൂടെ തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടിയായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത്. എല്ലാത്തിനും പ്രസ്ഥാനം നടത്തുന്ന നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകരാരും തന്നെ ഈ പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംയുക്ത പ്രസ്ഥാനം നടത്താൻ തയ്യാറായിട്ടില്ല എന്ന് നമ്മൾ ഓർക്കണം. അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകിയാലും ആമസോൺ കാട്ടിൽ തീ പിടിച്ചാലും എല്ലാം പ്രസ്ഥാനമേ ചാടി ഇറങ്ങുകയും എഴുതിയെത്തിയൊക്കെ ചെയ്യാൻ നടക്കുന്ന നമ്മുടെ നാട്ടിലെ സാംസ്കാരിക നായകർ ഇതെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു എന്ന് തന്നെയാണ് ഡോക്ടർ ആശയുടെ ഈ വെളിപ്പെടുത്തലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.